എന്നെ ആരെയും എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. ഞാൻ ആരെയും കൊണ്ടുപോയി ചെയ്തിട്ടില്ല. ശരി, വിശ്വസിച്ചു. എന്തൊക്കെയായിരുന്നു അമ്മയുടെയും മോളുടെയും വാചകോടികള്? നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ അമ്പലവും മാർക്കറ്റും ഒക്കെ ആയിട്ടുണ്ട് ഇപ്പൊ സമ്മേളന സ്ഥലങ്ങള്. ഇന്ന് കൂടി അമ്മയുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തണേന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അതെ, നിന്റെ അച്ഛനും പ്രാർത്ഥിക്കുന്നതേ എന്റെ നേർവഴിയെ കുറിച്ചാ. അവരൊക്കെ നിങ്ങൾക്ക് ആരാധനാ കഥാപാത്രങ്ങൾ. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എനിക്ക് എന്റെ സ്വന്തം അമ്മ കഴിഞ്ഞുള്ളൂ മറ്റാരും. നിനക്ക് നിന്റെ പെറ്റമ്മയാണ് വലുതെങ്കിൽ പറയ്. നിന്നോട് അമ്പലത്തിൽ വെച്ച് എന്ത് കുറ്റം എന്നെ കുറിച്ച് പറഞ്ഞത്? എന്താടാ, നാവിറങ്ങിപ്പോയോ? അമ്മയെക്കുറിച്ച് ഞങ്ങൾ അവിടെ വെച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. ഇത് മതി, ഈ ഒരൊറ്റ വാചകം മതി നീ എന്നോട് കള്ളവാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ. എന്നെ ചതിക്കുകയാണെന്നതിന് ഇതിനപ്പുറം ഒരു മറുപടിയില്ല. എന്നെ വെറുപ്പിച്ച് നീ അവരോട് അടുക്കുകയാണ്. നിനക്ക് അവരാ വലുത്. അമ്മ ഇങ്ങനെ വിശ്വസിക്കാതെ സ്വയം ഊഹിച്ച് പറയുന്നതിലൊന്നും എനിക്ക് ഒരു പങ്കുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും അമ്മയുടെ സംശയം കൂടി വരികയാണല്ലോ. എല്ലാത്തിനും മറുപടി വരേണ്ട അച്ഛനാണെങ്കിൽ മിണ്ടാ നിൽക്കുന്നു. സത്യത്തിൽ ഈ വീട്ടിലേക്ക് കയറി വരാൻ പോലും എനിക്ക് തോന്നുന്നില്ല. അവസാനം ഉണ്ടാകാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. ഈ വീട്ടിനെ എന്നേക്കായിട്ട് ഞാൻ അങ്ങ് പോകും. അങ്കിൾ, ദുർഗാന്റെ അങ്കിളിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ? ദുർഗാന്റെ ഒന്ന് വിശ്വസിക്ക്. സ്വന്തം വൈഫിനോട് കാണിക്കാത്ത സ്നേഹം പ്രിയാന്റിയോട് കാണിക്കുന്നത് ശരിയാണെന്ന് അങ്കിൾ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഇവൾക്ക് വേണ്ടി എന്നോട് സംസാരിക്കണം. ആന്റി വിഷമിക്കണ്ട. അവൻ എന്റെ ആദി. അവനിപ്പോ ഇതും പറഞ്ഞു. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവെന്ന്. അവനെ അവരെ മാറ്റിയെടുത്തു കഴിഞ്ഞു. കയ്യെത്താ ദൂരത്തേക്ക് എന്റെ മകന് പ്രിയയും തുളസിയും ചേർന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞു. ഇനി എനിക്കവൻ നഷ്ടമാവോ? എനിക്ക് ആദ്യോട് ഒരു സഹതാപവും തോന്നുന്നില്ല. അവൻ അമ്പലത്തിൽ പോവാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അതില്ലാതാക്കിയത് അവൻ തന്നെയാ. അങ്ങനെ പറയരുത് മോളെ. അവൻ ദുർഗേച്ചി അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. ദുർഗേച്ചിക്ക് നല്ല ഭാഗ്യമുണ്ട്. എന്ത് ഭാഗ്യം? ആദ്യം അവരടിമയാക്കിയതോ? അത് ഭാഗ്യമല്ലമ്മേ, സാഡിസം ഒന്നാ അതിന്റെ പേര്. നമ്മുടെ ഏറ്റവും അടുത്തയാളെ മനഃപൂർവ്വം സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് കീഴ്പ്പെടുത്തുന്നത് സാഡിസം അല്ലാതെ പിന്നെ എന്താ? മോള് പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാ. ദുർഗേച്ചി ഇപ്പൊ ശരിക്കും സ്നേഹം അഭിനയിച്ച് ശത്രുവിനെ പോലെ ആദ്യോട് പെരുമാറുന്നേ. അതെ, അവൻ തന്നെ കൺട്രോൾ ചെയ്യണമായിരുന്നു. അമ്മയായാലും അച്ഛനായാലും ഒരു പരിധി വിട്ട് സ്വന്തം ജീവിതത്തിൽ ഇടപെട്ട് തുടങ്ങുമ്പോഴേ കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളിലൊരു അടിമ മനോഭാവം വളരും. പിന്നീട് അത് ഒരിക്കലും മാറ്റിയെടുക്കാനും പറ്റില്ല. സ്വന്തം അച്ഛനും അമ്മയായുള്ള ബന്ധത്തിൽ എങ്ങനെ മോളെ അതിർവരമ്പുകൾ വെക്കുക? നമ്മളൊന്നും കണക്ക് കൂട്ടിയിട്ടല്ലല്ലോ സ്നേഹിക്കുന്നത്. ഒരു സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കല്ലേ സ്നേഹം എന്ന് പറയുന്നത്. അതൊക്കെ മനുഷ്യന്മാരുടെ ബന്ധങ്ങൾ മനസ്സിലാക്കുന്നവർക്കല്ലേ അമ്മ. ദുർഗാമ്മയുടെ മനസ്സിൽ പിടിവാശി മാത്രമേ ഉള്ളൂ. അവിടെ സ്നേഹത്തിനൊന്നും ഒരു സ്ഥാനവും. നീ ഇങ്ങനെ തർക്കിച്ച ഞാൻ എന്താ പറയാ? ദുർഗേച്ചിയുടെ ഈ സ്വഭാവം മാറ്റണേന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ദൈവം പോലും തോറ്റുപോകുന്ന എനിക്ക് തോന്നുന്നത്. ദുർഗമ്മയെ നേർവഴിക്ക് കൊണ്ടുവരാന്നുള്ള പ്രതീക്ഷയൊന്നും ഇനി നമ്മൾ മനസ്സിൽ വെക്കണ്ട. ആ മോഹം ഒരിക്കലും സാക്ഷാത്കരിക്കാൻ പോകുന്നു.
അമ്മ അവരെ എന്തിനായിരിക്കും വിളിച്ചുകൊണ്ട് പോയത്? ഉപദ്രവിക്കാനായിരിക്കുമോ? എന്റെ അമ്മയുടെ ദേഹത്ത് ഒരു പോറലേൽപ്പിച്ച ഇന്ന് ദുർഗാമ്മ ജീവനോടെ ഇരിക്കില്ല. ഛേ, എത്ര നേരായി പോയിട്ട് കാണുന്നില്ലല്ലോ. കുറച്ചു സമയം കൂടി ഞാൻ ക്ഷമിക്കും. എന്നിട്ടും അമ്മയെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ശബ്ദമൊക്കെ ഞാനങ്ങ് മറക്കും. എന്റെ അമ്മ എന്തിനാ ദുർഗാമ്മ അമ്മയെ കൊണ്ടുപോയത്? അത് ഒരു കാര്യം പറയാം. ആ, കാര്യം പറയാനാണെന്ന് മനസ്സിലായി. അല്ലാതെ സദ്യ ഒരുക്കി അത് കഴിക്കാൻ ക്ഷണിച്ചോണ്ട് പോയതല്ലെന്നും എനിക്കറിയാം. പറ, എന്ത് കാര്യ പറഞ്ഞത്? അതൊന്നുമില്ല. അമ്മ നിന്നേ. ദേ, ഒരുമാതിരി ഒഴിഞ്ഞു കളി എന്റെ മുമ്പിൽ കാണിക്കണ്ട. വേഗം പറഞ്ഞോ, എന്തിനാ ദുർഗമ്മ അമ്മയെ കൂട്ടിക്കൊണ്ട് പോയത്? അത് നീ അറിയാൻ വേണ്ടി മാത്രം ഒന്നുമില്ല. ആ, ഞാൻ അറിഞ്ഞാൽ കുഴപ്പമാവുന്ന എന്തോ ആണത്. അതുകൊണ്ടാണല്ലോ ദുർഗാമ്മ എന്നെ ഒഴിവാക്കിയത്. അതുകൊണ്ടൊന്നുമല്ല. ആണ്. ഇവിടുന്ന് പുറത്തിറങ്ങരുതെന്ന് എന്നെ കൊണ്ട് ശബ്ദം ചെയ്യിച്ച് അമ്മയെ ദേവമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയെങ്കിൽ അതിനെന്തെങ്കിലും കാര്യമായ സംഭവം ഇല്ലാതിരിക്കില്ല. പറ, അവിടെ കൊണ്ടുപോയിട്ട് അമ്മയെ കൊണ്ട് എന്ത് ശബ്ദ ദുർഗാമ്മ ചെയ്യിപ്പിച്ചത്? തുളസിയെ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കില്ലെന്ന് സത്യം ചെയ്യും. മേലിൽ ആദ്യമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും കാത്തു സൂക്ഷിക്കില്ലെന്ന് ഇവിടെ വെച്ച് സത്യം ചെയ്യണം. വേഗം പറ. പതിവ് ചോദ്യങ്ങൾ തന്നെ. പതിവ് ചോദ്യങ്ങളോ? ആ, ഞാനും നീയും മേലാൽ ദേവമംഗലത്തെ പടി കയറരുത്, പ്രസാദേട്ടനുമായി അടുപ്പം കൂടരുത് തുടങ്ങിയ താക്കീതുകൾ. അതൊക്കെ ദുർഗാമ്മ എപ്പോഴും പറയാറുള്ളതല്ലേ? അതെ, ഇതൊക്കെ തന്നെയല്ലേ ദുർഗാമ്മ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം അമ്മയെ വിളിച്ചോണ്ട് പോയത് ആ ഒരു കാര്യം പറയാൻ വേണ്ടി ആയിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിനക്കെന്താ, എന്നെ സംശയമുണ്ടോ? അല്ല, അവിടെ എന്താ ഉണ്ടായെന്ന് നിന്നോട് പറഞ്ഞ എനിക്കെന്താ? അതെ, അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. അവിടെ എന്താ ഉണ്ടായെന്ന് അമ്മയ്ക്ക് എന്താ എന്നോട് തുറന്നു പറഞ്ഞാ? ഞാൻ തുറന്നു തന്നെയാ പറഞ്ഞത്. കാര്യമായ എന്തോ സംഭവം ദേവമംഗലത്തെ നടന്നിട്ടുണ്ട്. അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം. കണ്ടുപിടിക്കാം. ഗുഡ് മോർണിംഗ് സാർ. ഉല്ലാസ്, ഗുഡ് മോർണിംഗ്. അമ്പലത്തിലൊക്കെ വരാറുണ്ടോ? കഴിയുമ്പോഴൊക്കെ വരും സാർ. പിന്നെ മോളുടെ പക്കപ്പിറന്നാളായിരുന്നു. ഓ, ദേവിയുടെ നടയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനത്തിന് നന്ദി പറയുമ്പോൾ കിട്ടുന്ന സമാധാനം വളരെ വലുതാ. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ സാർ. ശരി. ദേവി, നീ എനിക്ക് എന്റെ മോളെ തന്നു. അവൾക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ നൽകണേ. ദേവി, അനുഗ്രഹിക്കണേ. ഞാനൊരു കാര്യം പറഞ്ഞ മോള് വിശ്വസിക്കോ? മാമൻ പറയുന്നല്ല, ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചിട്ടല്ലേ ഉള്ളൂ. പക്ഷേ എന്താ മാമ? അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. അത് കേട്ടു നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. പറയൂ. പറയാം. അത് പിന്നെ മോളെ,
അല്ല എന്തിനാ ഫോൺ കട്ട് ചെയ്ത്? മാമ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ തുടങ്ങിയതല്ലേ, അതിനിടയിൽ ഫോണിൽ സംസാരിക്കുന്ന മര്യാദ കേടല്ലേ? ആ, അങ്ങനെയൊന്നുമില്ല. മോള് പോകുന്നതിന് മുമ്പ് മാം പറഞ്ഞോളാം. ആരെങ്കിലും ഏർജന്റായിട്ട് വിളിച്ചതാണെങ്കിലോ? അത് അറ്റൻഡ് ചെയ്യേ. ഹലോ, ഞാനേ ഒരു പ്രത്യേക സ്ഥലത്താ. അച്ഛന്റെ അടുത്തല്ല, അമ്മാവന്റെ. ഒരു മിനിറ്റ്, എന്താ കാര്യം പറ. എന്നിട്ട് ഇല്ല ഞാൻ എന്തിനാ വരുന്നേ? അർജുനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അച്ഛനോട് ചോദിക്കണം. അതെ, ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ എതിരൊന്നും പറയില്ല. എന്നാലും ചോദിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ശരി. എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് ഇതായിരുന്നു നിങ്ങളുടെ ജോലിയല്ലേ? അല്ല ദുർഗ, അത് ഞാൻ ഈ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വളർന്നു നീ. ദുർഗ, എന്നെ വിളിച്ചിട്ടാ ഞാൻ വന്നത്. ഓ, എനിക്കിവളെ കണ്ണിന് നേരെ കണ്ടുകൂടാന്നറിഞ്ഞിട്ടും ഈ നാശം പിടിച്ചവളെ ക്ഷണിച്ചു വരുത്തി വിളമ്പിക്കൊടുത്ത് മൃഷ്ടാനം ഊട്ടിക്കാൻ തോന്നിയല്ലോ പ്രസാദേട്ടന്. അതെ, എന്റെ വീട്ടില് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, വിരുന്നുണ്ണാൻ വന്നവളും അല്ല ഞാൻ. പക്ഷേ നല്ല വിഭവസമൃദ്ധമായിരുന്നു ദുർഗാമ്മ ഉണ്ടാക്കിയ ഭക്ഷണം. എല്ലാം കഴിച്ച് എച്ചിലാക്കിയില്ലേ? എച്ചിലൊന്നും ആക്കിയില്ല. എന്തായാലും കഴിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് വിശപ്പ് മാറുന്നവരെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. മാമാ, ഒരു ഉരുളതാ. മാമാ, ഒരു മണി പറ്റ് നീ ഇനി വീട്ടിൽ നിന്ന് കഴിക്കില്ല. എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തോട് കാണിക്കരുത്. നീ ആരാടി എന്നെ പഠിപ്പിക്കാൻ? നിന്നോടുള്ള ദേഷ്യം ഞാൻ ഭക്ഷണത്തോട് മാത്രമല്ല എല്ലാത്തിനോടും കാണിക്കും. ഇറങ്ങടി വീട്ടിൽ നിന്ന്, ഇറങ്ങടി. എന്തായി കാണിക്കുന്നത്? മാമാ, നിന്റെ മാമനൊരു തെറ്റുപറ്റി, അത് നിന്റെ മാമ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും നിന്ന് ചിടുങ്ങാതെ ഇറങ്ങി പോടി. ഇറങ്ങാൻ. ദുർഗ, ഇറങ്ങി പോരല്ലേ പറഞ്ഞത്? ഇറങ്ങടി. ഓ, നാടായിരുന്നോ? സാറവിടെ പോയി കുടിച്ച് ബോധമില്ലാതെ വന്നേക്കാ. എങ്ങനെ വന്നാലും എനിക്ക് നല്ല ബോധമുണ്ട്. എവിടെ ബോധവും പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരാളില്ലേ? ആ, വിളിക്കയാളെ, അയാളെ വിളിക്ക്. എടോ, ആരാത്? ആ, ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ആ, എന്താ ചെയ്യാ? ആ, അപ്പൊ വായിൽ നാക്കുണ്ട്. സാറേ, ഈ വായിൽ നാക്ക് ആവശ്യമുള്ളപ്പോ ഉപയോഗിക്കാനുള്ളതാ. എല്ലാം കണ്ടിട്ടും മിണ്ടായിരുന്നാലേ ആ നാവ് പിന്നെ ഒന്നിനോടും പ്രതികരിക്കാതാവും. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാനേ ഒരു അപേക്ഷയുമായിട്ട് വന്നതാ. ദേ, അത് അങ്ങയുടെ കാൽക്കൽ വയ്ക്കുക. നീ കുടിച്ചിട്ടുണ്ടല്ലേ? അളിയനത് ഇപ്പഴാ മനസ്സിലായത്. പെങ്ങൾക്ക് അതെന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. അതാണ് വ്യത്യാസം. ഇതെന്താ? വായിച്ചു നോക്കണം. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. എന്റെ രാജിക്കത്ത. എന്റെ ഇത്രയും വർഷത്തെ സുത്യർക്ക സേവനത്തിന് ശേഷം പോലീസ് ഓഫീസർ ജയശീലൻ സ്വമേധയാ രാജിവെക്കുന്നു. മറ്റ് കാരണങ്ങളൊന്നും രാജിക്കത്ത് എഴുതിയിട്ടില്ല. എങ്കിലും പറയാം. സ്വന്തം വീട്ടിലെ നെറുകേട് കണ്ടിട്ടും യാതൊരു പ്രതികരണവുമില്ലാതെ ഇതുപോലെ കൈയും കെട്ടി നോക്കി നിന്ന
നിർഗുണ പരബ്രഹ്മമായ ഒരു ഓഫീസറെ കീഴിൽ ജോലി ചെയ്യാൻ ജയശീലിന് താല്പര്യമില്ല. അത്ര തന്നെ. ജയന്റെ റെസിഗ്നേഷൻ ലെറ്റർ സൈൻ ചെയ്യണമെന്നാണോ ആലോചിക്കുന്നത്? പ്രസാദിന് എന്ത് തീരുമാനം എടുക്കാൻ പോന്നെ? ഒരു വ്യക്തി എന്ന നിലയിലല്ല, ജയന്റെ സുപ്പീരിയർ ഓഫീസർ എന്ന നിലയിലായിരിക്കണം ഡിസിഷൻ എടുക്കേണ്ടത്. അഹങ്കാരത്തിനും ഒരു പരിധിയൊക്കെ ഉണ്ട്. എന്തായിരുന്നു ഇവിടെ വന്ന് ഷോ കാണിക്കാൻ മാത്രം സംഭവിച്ചത്? ആകാശം ഇടിഞ്ഞു വീണുവെന്ന മട്ടിലല്ലേ സംസാരിച്ചത്? പായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ ഇതെന്താ ചന്തയാണെന്ന് വിചാരിച്ചോ? ഇത്രയും നാളും എന്നെ ആയിരുന്നു എന്തിനും ഏതിനും കുറ്റപ്പെടുത്തിയിരുന്നത്. ഇപ്പൊ പ്രസാദേട്ടനെ അപമാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ മറുപടിയില്ല. പ്രസാദേട്ടൻ കൂടുതലൊന്നും ആലോചിക്കണ്ട, അതിലങ്ങ് ഒപ്പിട്ടേക്ക്. അർഹതയില്ലാത്തവരൊന്നും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കല്ല വേണ്ടത്. പ്രസാദേട്ടൻ ജയന്റെ മേലുദ്യോഗസ്ഥനല്ലേ? ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? എന്തൊരു ഷോ ആയിരുന്നു കാണിച്ചത്. പ്രസാദേട്ടൻ എന്തോ വലിയ തെറ്റ് ചെയ്തു, അതല്ലായിരുന്നോ ആ ഷോയുടെ അർത്ഥം? എന്ത് തെറ്റ്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും തെറ്റ് പ്രസാദേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജയനല്ല ശിക്ഷിക്കേണ്ടത്. അവന്റെ ഭാര്യയുടെ സഹോദരനല്ലേ പ്രസാദേട്ടൻ? പോരാത്തതിന് അസിസ്റ്റന്റ് കമ്മീഷണറും. ഇതാ ഞാൻ പറയുന്നത്, ഒരു വകതിരിവും മര്യാദയും ഇല്ലെന്ന്. തോന്നിയവാസം. ആ കുടുംബം മുഴുവനും ഇങ്ങനത്തെ സ്വഭാവം. പ്രസാദേട്ട, ഒന്നും നോക്കണ്ട, അവന്റെ ജോലി പോണം, എന്നാലേ മര്യാദ പഠിക്കൂ. ജയന്റെ മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓ, എന്തൊരു ദയ, എന്തൊരു സഹാനുഭൂതി. തിരിച്ചിങ്ങോട്ടില്ലല്ലോ അതൊന്നും. അവരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അവര് കാണിക്കുന്ന കൊള്ളരുതായികളൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു. കൊള്ളാം, പ്രസാദേട്ടന്റെ ഡബിൾ പ്ലേ സൂപ്പറാ കേട്ടോ. അവര് നമ്മുടെ മുഖത്ത് തുപ്പിയാ തുടച്ചു കളഞ്ഞിട്ട് മിണ്ടാതിരിക്കണം. ഒരു ഗതിയും പരഗതിയില്ലാത്തവരുടെ അഹങ്കാരം കണ്ടില്ലേ? ഇതൊക്കെ ഞാൻ സഹിക്കേണ്ടി വന്നല്ലോ ദൈവമേ. ഇതൊന്നും പ്രതികാരം ചെയ്യേണ്ട കാര്യമല്ല. കുടിച്ചു ബോധമില്ലാതെ എന്തോ വന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അടിക്ക് തിരിച്ചടിയല്ലല്ലോ മറുപടി. കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മനുഷ്യത്വം. ഇപ്പൊ ന്യായം പറയാൻ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒന്നും നോക്കണ്ട, ആ ജയൻ അഹങ്കാരത്തോട് നൽകിയ അവന്റെ രാജി സ്വീകരിക്കുക, ജോലിന്ന് പിരിച്ചുവിടുക. അങ്ങനെ ചെയ്താ മതി. അങ്ങനെ ചെയ്യണം. ഇല്ല ദുർഗ, എന്റെ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക ജയൻ ചെയ്തത്. ഇതില് എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ജയനെതിരെ ഒരു പ്രതികാര മനോഭാവം ഉണ്ടാവില്ല. കാരണം ജയൻ എനിക്ക് വെറും ഒരു സഹോദരി ഭർത്താവ് മാത്രമല്ല, എന്റെ സഹോദരന്, എന്റെ മനസ്സറിയുന്ന ആളാ. അതിനെല്ലാം ഉപരി എനിക്ക് ജയനോട് ഈ ജന്മം തീർത്ത തീരത്ത കടപ്പാടുണ്ട്. നിന്നോട് ഞാൻ പല തരത്തിലും പറഞ്ഞു കഴിഞ്ഞു ആദ്യം മറക്കണമെന്ന്. സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞിട്ട് നിനക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നിനക്ക് എന്താ വേണ്ടത്? എന്തും ചോദിക്കാമോ? എന്റെ ആദ്യമോനെ ഒഴിച്ച് നിനക്ക് എന്തും ചോദിക്കാം. എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ടത് എന്റെ ആദിയ. അവനു വേണ്ടി ഞാൻ എന്ത് നഷ്ടപ്പെടുത്താനും ഒരുക്കുക. ആദ്യം വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ പകരം എനിക്ക് എന്ത് കിട്ടുമെന്നാണ് അറിയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നീ ചോദിക്കുന്നത് എന്തും തരും. എങ്കി പറഞ്ഞോ. എങ്കി നിങ്ങളന്ന് എന്റെ അമ്മയിൽ നിന്നും എന്റെ ചികിത്സയ്ക്കായി പണം ചോദിച്ചു വന്നപ്പോ പകരം വാങ്ങിച്ചെടുത്ത ഞങ്ങളുടെ കൃഷിസ്ഥലത്തിന്റെ ആധാരമില്ലേ, അതെനിക്ക് തിരികെ വേണം. എന്തേ വയ്യേ? എനിക്കറിയാം നിങ്ങൾ തരില്ലാന്ന്.
സ്വന്തം മകനേക്കാൾ നിങ്ങൾക്ക് വലുത് ആ സ്ഥലമല്ലേ? ബാക്കിയൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നത്. തരാം. പക്ഷേ നിന്റെ ബുദ്ധി കൊള്ളാം. എന്റെ മോനെ മുന്നിൽ നിർത്തി നീ നിന്റെ സ്വത്തുക്കള് തിരികെ വാങ്ങുന്നു. എന്ത് ചെയ്യാനാ ദുർഗമ്മ? നിങ്ങളുടെയൊക്കെ മുന്നില് ബുദ്ധി കൊണ്ടല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. പണ്ടൊക്കെ നീ മുടിയിൽ എണ്ണ പുരട്ടിത്തരാൻ പറഞ്ഞ് എന്റെ പുറകെ നടക്കുമായിരുന്നു. എനിക്കിപ്പോഴും ആഗ്രഹമൊക്കെ ഉണ്ട്. അമ്മ ചെയ്തു തരാത്തോണ്ടല്ലേ. ആഹാ, ഇപ്പൊ എനിക്കായോ കുഴപ്പം? ഏത് അമ്മമാർക്കടാ മകന്റെ തലയിൽ എണ്ണ പുരട്ടി കൊടുക്കാനും മസാജ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഇഷ്ടമല്ലാത്തത്? അതൊക്കെയല്ലേ ഒരമ്മയുടെ സന്തോഷം. നീ പണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും നടുക്ക കിടക്കുക. എന്റെ കൈ പിടിച്ച് നെഞ്ചത്ത് വെക്കും, പ്രസാദേട്ടന്റെ കൈ പിടിച്ച് മറ്റേ വശത്ത്. അങ്ങനെ കിടന്നാലേ ഉറക്കം വരുമെന്ന് പറയും. എന്നാലേ ഇന്ന് ഞാൻ അമ്മയുടെ അച്ഛന്റെ കൂടെ കിടക്കാം. എന്തുപറ്റിയമ്മേ? അത് പ്രസാദേട്ടന് എന്തൊക്കെയോ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് മാറ്റം? അതാ ഞാൻ ആദ്യം പറയാൻ തുടങ്ങിയത്. തുളസിയോട് വലിയ അടുപ്പം കാണിക്കുന്നു. ക്ഷേത്രത്തിൽ അവൾക്ക് വേണ്ടി പ്രത്യേക വഴിപാടുകളൊക്കെ നടത്തുന്നു. അതിനിപ്പോ എന്താ? അതില് എന്തോ ഉണ്ടെന്ന് എനിക്കൊരു സംശയം തോന്നുക. അമ്മയ്ക്ക് തുളസി ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടായിരിക്കും അച്ഛനെ ഈ വഴിപാടൊക്കെ നടത്തുന്നത്. എന്നുവെച്ചാ എനിക്കിഷ്ടമില്ലാത്തത് ചെയ്ത് എന്നെ തോൽപ്പിക്കാൻ നിന്റെ അച്ഛൻ നോക്കുന്നുന്നാണോ? അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാനൊരു തമാശ പറഞ്ഞതാ. തുളസിയുടെ പേരിൽ വഴിപാട് നടത്തുമ്പോ നിന്റെ പേരില് ഒരു പൂജയോ പുഷ്പാഞ്ജലിയോ നടത്താത്ത എന്താ? നിന്നോടെന്താ അച്ഛൻ അകൽച്ച? ദുർഗേച്ചി, തുളസി എന്ത് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല. പ്രിയയ്ക്കും അങ്ങനെ തന്നെയാ. ദുർഗേച്ചി അവളുടെ അമ്മയല്ലേ. മകളെ അടിക്കാം, വഴക്ക് പറയാം, എന്തു ആവാം. അങ്ങനെ കരുതി ആശ്വസിക്കും ഞങ്ങൾ. നിങ്ങളെ രണ്ടുപേരുടെ മുമ്പിലും തൊഴുകയോടെ നിൽക്കാനേ എനിക്ക് സാധിക്കൂ. ഇത്രയ്ക്ക് ത്യാഗം സഹിക്കാനും ക്ഷമ കാണിക്കാനും ഒക്കെ എങ്ങനെയാ ജയ കഴിയുന്നത്? ത്യാഗമെന്ന് പറയരുത് പ്രസാ. പ്രിയയ്ക്കും പ്രസയോടുള്ള സ്നേഹം, ആ സ്നേഹത്തിന് മുന്നിൽ നിൽക്കാൻ ഈ ലോകത്ത് മറ്റൊരു ബന്ധവുമില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. മനസ്സിലാവാത്തതേ പ്രസാദേട്ടന്. ആദിമോൻ തുളസിമോളെ വിവാഹം കഴിക്കുന്നതോടെ അവൾ എന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും, എന്റെ ആദിമോന്റെ കൂടെ. ആദിമോന്റെ ഭാര്യയായി തുളസി നമ്മുടെ ഒപ്പം നിൽക്കുമ്പോ പ്രസാദേട്ടന് അവനെ നഷ്ടപ്പെടില്ല. എന്തുകൊണ്ടും സന്തോഷിക്കാവുന്ന ഒരു ജീവിതമായിരിക്കും പിന്നീട് നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ അതിനെ എതിർക്കുന്നത്. വിധിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച അത് നടക്കില്ല മോളെ. ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹം നടന്ന് തുളസിയുടെ അമ്മ മരിക്കുന്ന ഓർത്തിട്ടാണോ? ഏതോ ഒരു ജോത്സ്യർ എന്തോ പറയുന്നത് കേട്ടിട്ട് ഏട്ടൻ അതും വിശ്വസിച്ച് കഴിയാണോ? ഏതോ ജോത്സ്യരല്ല, ബ്രഹ്മശ്രീ രാജവർമ്മ പ്രവചിച്ചിട്ടുള്ളത്. നമ്മുടെ പഴയ തിരുമേനി ആവണമെന്നില്ല ഇപ്പൊ അദ്ദേഹം. അന്ന് അദ്ദേഹം സത്യത്തിനൊപ്പമായിരുന്നു, പക്ഷെ ഇപ്പൊ അയാൾ പണത്തിനൊപ്പമാ. പണം കൊടുത്ത് ആരെങ്കിലും അദ്ദേഹത്തിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതാണെങ്കിലോ?
പണത്തിന് പിന്നാലെ പോകുന്ന ആളല്ല തിരുമേനി. അതിൽ എനിക്ക് ഉറപ്പുണ്ട്. തുളസിയുടെയും ആദിയുടെയും ജാതകങ്ങൾ ഞാൻ ഒരുപാട് ജ്യോത്സ്യന്മാരെ കാണിച്ചു നോക്കി. പ്രസാദേട്ടന്റെ ഒഴിഞ്ഞുമാറലിന്റെ കാരണം അറിയാൻ വേണ്ടി തന്നെ ചെയ്തതാ. അതിലൊരാള് പോലും ആദ്യ തുളസിയെ വിവാഹം ചെയ്ത പെണ്ണിന്റെ അമ്മയ്ക്ക് മരണം സംഭവിക്കുന്നുള്ള പ്രവചനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് അത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റിവെക്കണം പ്രസാദേട്ട. ആദിയും തുളസിയും തമ്മിലുള്ള വിവാഹം നടന്നാൽ തുളസിയുടെ അമ്മയ്ക്ക് മരണം സംഭവിക്കുമെന്ന് പറഞ്ഞ ആളാ തിരുമേനി. തുളസിയുടെ അമ്മ എന്ന് വെച്ചാ ദുർഗയല്ലേ? ശ്രീഹരിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഗായത്രിക്ക് ശ്രീഹരിയോട് സ്നേഹം ഉണ്ടാവും. പക്ഷെ ഒരു മന്ത്രി എന്ന നിലയില് ചില കാര്യങ്ങളിൽ പരിമിതിയുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ ആന്റി, ചേച്ചി സത്യത്തിനും നീതിക്കൊക്കെ വേണ്ടി നിലകൊള്ളുന്നെന്നൊക്കെ പറയും. പക്ഷേ ഈ കാര്യത്തിൽ എവിടെയാ നീതിയുള്ളത്? എന്ത് സത്യ തുളസിയും അവളുടെ പേരൻസും കാണിച്ചത്? അതെനിക്കറിയാൻ ശ്രീഹരി. അതുകൊണ്ടാ ഒറ്റയ്ക്ക് ഞാൻ ഹരിയെ കാണാൻ തീരുമാനിച്ചത്. ഇപ്പൊ ഹരി ചിന്തിക്കുന്നത് എന്റെ മകൻ ആദിക്ക് ഇതിലുള്ള പങ്കിനെ കുറിച്ചല്ലേ? അതെ, എനിക്കിപ്പോ ആരെയും വിശ്വാസമില്ല. മറ്റാരെയും വിശ്വസിക്കണ്ട. പക്ഷേ എന്നെ വിശ്വസിക്കാം. കാരണം ഞാൻ തുളസിയുടെ ബന്ധുവല്ല, ശത്രുവാണ്. തുളസിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഏത് ശ്രമവും എന്റെ കുടുംബത്തെ ബാധിക്കുന്നതാ. അതുകൊണ്ട് ഹരിക്കെന്നെ വിശ്വസിക്കാം. ആദിത്യന്റെ അമ്മ എന്ന നിലയിലുള്ള ബന്ധം മാത്രമല്ലല്ലോ, നിങ്ങൾ റിലേറ്റീവ്സ് അല്ലേ? എനിക്കൊപ്പം നിന്നിട്ട് നാളെ അവർക്കൊപ്പം നിൽക്കില്ലെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്റെ മോൻ ആദിയെ തുളസി വിവാഹം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ ശ്രീഹരിക്കൊപ്പം നിൽക്കുന്നത്. ഞാനെന്താ ഇനി ചെയ്യേണ്ടത്? എന്നെ ഹരി വിശ്വസിച്ചാൽ മാത്രം മതി. ഹരിയും തുളസിയും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തിത്തരും. എന്താ, അതുപോലെ? മതി, അത് മതി. പക്ഷേ ചില കാര്യങ്ങളിൽ ഹരി എനിക്കൊപ്പം നിൽക്കേണ്ടി വരും. ഞാൻ എന്ത് വേണോന്ന് പറഞ്ഞാൽ മതി. എന്തിനും ഞാൻ തയ്യാറാണ്. ഹലോ. ആ അതെ സ്വാമി, പറഞ്ഞോളൂ. എത്തിയോ? എപ്പോ? ആ ശരി, ഞാൻ പ്ലാൻ ചെയ്തോളാം. ഏയ് സ്വാമി പേടിക്കണ്ട, ആരും അറിയില്ല. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ശരി ശരി. എടി, ആരാ വിളിച്ചേ? ആ കള്ളസ്വാമി അവിടെ എത്തിയിട്ടുണ്ട്. രാജോർമ്മയോ? ആ, അയാൾ എത്തിയ ഉടനെ എന്നെ വിളിക്കണമെന്നും പറഞ്ഞ് ഞാൻ ഒരാളെ ഏർപ്പെടുത്തിയായിരുന്നു. അയാളെ വിളിച്ചത്. എനിക്കിപ്പോഴും രാജോർമ്മ കള്ളത്തരം പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ മാത്രല്ല, മാമനും ഇത് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതാ ഞാൻ രാജവർമ്മ വരുന്നതും കാത്തിരുന്നത്. അയാളിൽ നിന്ന് തന്നെ നീ എല്ലാം കേൾക്കണം. അപ്പോഴേ നിനക്ക് വ്യക്തമാവും. എന്താണ് നീ ആലോചിക്കുന്നത്? ആ രാജോർമ്മ അങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ അമ്മയുടെ സ്വാധീനം കൊണ്ടാവും. അയാൾ ഇനിയെല്ലാം എന്റെ അമ്മയുടെ മേലായിരിക്കും ചുമത്താൻ പോകുന്നത്. ഓ, സെന്റിമെന്റ്സ്. അപ്പൊ നിന്റെ അച്ഛൻ ഇത്രയും ദിവസം എരുതിയിൽ കഴിയുന്നതിൽ നിനക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? ഞാൻ സങ്കടപ്പെട്ടതിന് ഒരു വിലയുമില്ല. നമ്മുടെ കല്യാണം നടക്കാത്തതിൽ സങ്കടമില്ല. അതല്ലടി, ഈ സിനിമയിലൊക്കെ വില്ലൻ തോൽവി പറ്റി ദയനീയ സ്ഥിതിയിലാവുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ? അതാ ഇപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ. ആ സെന്റിമെന്റ്സ് ഒക്കെ എനിക്കും ഉണ്ട്. പക്ഷെ എത്ര നാളാ മാമനെ നമ്മൾ ഫൂളാക്കുന്നേ? ഇപ്പോഴും മാമൻ കരുതിയിരിക്കുന്നത് ആ രാജവർമ്മ പറഞ്ഞതൊക്കെ സത്യമാണെന്നാ. അതൊക്കെ ശരിയായിരിക്കാം. എന്നാലും ഈ കള്ളം അച്ഛനെ അറിയിക്കുമ്പോ അമ്മയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആ, അത് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം രാജവർമ്മയെ കാണാം. അല്ലെങ്കിൽ വന്നു കിട്ടിയ ചാൻസ് നഷ്ടപ്പെട്ടെന്ന് വരും. എന്താ എന്താ പ്രസാദേട്ടാ? സ്വപ്നം കണ്ടോ? എന്ത് സ്വപ്നം കണ്ടേ? വെള്ളം വേണോ? എന്താ പ്രസാദേട്ടാ, എന്ത് സ്വപ്നം കണ്ടേ? അതൊരു
ചീത്ത സ്വപ്നമായിരുന്നു. എനിക്ക് അത് തന്നോട് പറയാൻ പറ്റില്ല. പ്രസാദേട്ടാ, സ്വപ്നമല്ലേ, അതിന് ഇത്രമാത്രം ടെൻഷൻ ആവുന്ന എന്തിനാ? സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമൊന്നും ആവില്ലല്ലോ. ഒരിക്കലും നടക്കാത്ത സ്വപ്നത്തിന്റെ പേരില് ഇങ്ങനെ ടെൻഷൻ ആവരുത്. ഈ സ്വപ്നം ഒരു യാഥാർത്ഥ്യമാണോ? യാഥാർത്ഥ്യോ? എങ്കി പറ. അത് എന്താ, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണോ? എങ്കി എന്നോട് പറ, ഞാൻ കേക്കട്ടെ. ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ.